ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് 2013 GD എറ്റോസും കൊണ്ടാണ് ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. നമ്മൾ പരമാവധി ഒരു ഓഫർ പ്രൈസിലാണ് ഈ വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. KL71 റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണറിൽ കിടക്കുന്ന വണ്ടിയായിരുന്നു. 1,45,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. അതുപോലെ കമ്പനി സർവീസ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. കറക്റ്റ് ഓട്ടം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പരമാവധി നമുക്ക് കുറച്ചിട്ട് കൊടുക്കുക. കേരളത്തിക്ക് KL71 ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. അതുപോലെ നമ്മൾ ഈ ഫ്രണ്ടിൽ ഈ ബമ്പറൊക്കെ നമ്മൾ ന്യൂ ടൈപ്പിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ആ പണി തന്നെ ഇതുമ്പോൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു 3,30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് കേരളത്തിലാക്കി കൊടുക്കാവുന്നതാണ്. 2013 മോഡലാണ് വണ്ടി. ലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഈ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്ക് കോൺടാക്ട് ചെയ്യട്ടോ. എറ്റോസിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടി തന്നെയാണ്. അതുപോലെ ഓടിക്കാനും നല്ല ഫ്രീ ആണ്. അതുപോലെ മെയിൻ്റനൻസ് വളരെ കമ്മിയുള്ള ഒരു വണ്ടിയാണ് ടയോട്ടയിൽ എറ്റോസ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിന്റെ റൈറ്റ് സൈഡ് കൂടെ നോക്കട്ടോ. റൈറ്റ് സൈഡിന്റെ ഭാഗം പറയുകയാണെങ്കിൽ ഗ്ലാസ് അങ്ങനെ വലിയ അപാകതകളും കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ ടയർ ഞാൻ പറഞ്ഞു 80% ടയർ ഉണ്ട്. വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും വാഹനം ഈ റൈറ്റ് സൈഡ് ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ ഈ എറ്റോസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡിക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്പേസിൽ ഡിക്കാണ്. മിക്കവാറും ആൾക്കാരൊക്കെ ഈ വാഹനം എടുക്കാനൊരു കാരണം തന്നെ ഇതിന്റെ ഡിക്കി സ്പേസ് കണ്ടിട്ടാണ്. അപ്പൊ ബാക്ക് ഭാഗം വരികയാണെങ്കിലും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ നമ്മൾ മാറ്റിയതാണ്, പുതിയ ടൈപ്പ് ആക്കിയാണ്. ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് തന്നെ. അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ കൂടെ നോക്കാം. ഇന്റീരിയറിൽ നമ്മളെ സീറ്റ് കവർ നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. ടച്ച് സ്ക്രീൻ ഇത് ചെറിയൊരു ലോക്കൽ ടച്ച് സ്ക്രീനാണ് ഇതിനുള്ളത്. വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് ഉള്ളത് കേട്ടോ. ഈ 2013 മോഡൽ എറ്റിയോസ് 1,40,000 കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. റീപ്ലേസ് തന്നെ ഒന്നും തന്നെ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ബമ്പർ മാത്രമേ നമ്മൾ ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി കുറച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബറിന് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് 3,30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് KL71 ആക്കിയിട്ട് കൊടുക്കണം. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ നമ്മൾ പരമാവധി കുറച്ച് വണ്ടികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വീഡിയോസ് കിട്ടാനും വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺടാക്റ്റ് നമ്മൾ താഴത്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ട് വിളിക്കട്ടോ. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യും.